നമസ്കാരം. ആസ്ട്രോമീഡിയയുടെ മാന്യപ്രേക്ഷകർക്ക് പുതിയൊരധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട്. ഇന്നത്തെ അധ്യായത്തിൽ ശുക്രചാരവും പ്രളയവും എന്ന ഒരു സബ്ജക്റ്റ് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ അടുത്ത ദിവസങ്ങളിലായിട്ട് കേരളം നടുങ്ങുന്ന രീതിയിലുള്ള ചില കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ടായി. മനുഷ്യന്മാർക്ക് ഹൃദയഭേദകമായ രീതിയിൽ ആണ് അത് ആരെയും കരളലിയിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ പ്രകൃതി ക്ഷോഭിച്ചാൽ ഈശ്വരന് പോലും ചില ആൾക്കാർ ചോദിക്കുകയുണ്ടായി, ഈശ്വരൻ ഉണ്ടോ എന്ന് വരെ ചോദിക്കും. കാരണം ഈശ്വരനുണ്ട്, പ്രകൃതി തന്നെയാണ് ഈശ്വരൻ. ആ പ്രകൃതി ക്ഷോഭിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനടക്കമുള്ള ഒരു ജീവാജാലങ്ങൾക്കും നിലനിൽപ്പില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളായിട്ടൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ പ്രകൃതി തന്നെയാണ് ഈശ്വരൻ. മൂലപ്രകൃതിയുടെ അവ്യക്തത എന്ന് പറഞ്ഞ മൂലപ്രകൃതി എന്നുള്ളത് അവ്യക്തമാണ്. അത് അറിയാൻ ആർക്കും സാധ്യമല്ല. ഈശ്വരൻ തന്നെയാണ് പ്രകൃതി, അല്ലേ? തൂണിലും തുരുമ്പിലൊക്കെ ഈശ്വരൻ ഉണ്ട് എന്നാണ് നമ്മുടെയൊക്കെ സങ്കല്പവും വിശ്വാസവും. എന്തായാലും ലോകത്തെ നടുക്കിയ ഈ ഒരു അനുഭവം ഇനി ലോകത്തിലെവിടെയും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ആശങ്കപ്പെടേണ്ടതായ ഒരു സാഹചര്യം, പൊതുവേ നമ്മൾ വർഷഋതുവിൽ കൂടെയാണ് കടന്നു പോകുന്നത്. കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ ദക്ഷിണായനത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്, മാത്രമല്ല വർഷഋതുവാണ്. അപ്പോൾ ഈ ബുധശുക്രയോഗം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട്, കഴിഞ്ഞ ദിവസം എന്ന് പറയുമ്പോൾ കർക്കിടക മാസം 16-ാം തീയതി 2024 ജൂലൈ മാസം 31-ാം തീയതി ബുധനാഴ്ച പകൽ 2:35 ഉച്ചയ്ക്ക് പകൽ 2:35 ശുക്രൻ കർക്കിടക രാശിയിൽ നിന്ന് ചിങ്ങരാശിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അതായത് മകം നക്ഷത്രത്തിലേക്ക് ശുക്രൻ പ്രവേശിച്ചിട്ടുണ്ട്. ബുധൻ നിൽക്കുന്നതും മകം നക്ഷത്രത്തിൽ തന്നെയാണ്. അപ്പോൾ ഈ ബുധശുക്ര സംയോഗം വരണ കാലഘട്ടത്തിൽ അതിയായിട്ടുള്ള വർഷം ഉണ്ടാവും എന്നുള്ളത് ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ, പ്രത്യേകിച്ച് ബൃഹൽ സംഹിത പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രഹയോഗത്തെ വീക്ഷിക്കണ സമയത്ത് ഈ ബുധശുക്രന്മാർക്ക് ചില പ്രത്യേകതകളൊക്കെ വന്നിട്ടുണ്ട്. സൂര്യൻ്റെയും കേതുവിൻ്റെയും മധ്യത്തിലായിട്ട് ബുധശുക്രന്മാർ വന്നിട്ടുണ്ട്. ശനി ദൃഷ്ടിയോട് കൂടിയിട്ട് ബുധശുക്രന്മാർ വന്നിട്ടുണ്ട്. ചൊവ്വയുടെ ദൃഷ്ടിയോട് കൂടിയിട്ട് ബുധശുക്രന്മാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരണ സാഹചര്യത്തിൽ പലതരത്തിലുള്ളതായ അനർത്ഥങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വാതകാരകനാണ് ശനി. വലുതായിട്ടുള്ള വായുകോപം, കാറ്റ് വീശുക. അഗ്നികാരകനായിരിക്കുന്ന ചൊവ്വയുടെ ദൃഷ്ടി ഈ ബുധശുക്രന്മാർക്ക് വരിക. അത് അഗ്നി, വലുതായിട്ടുള്ള തീപിടുത്തം, ഭൂകമ്പം പോലെയുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഭൂമിപുത്രനും കൂടിയിട്ടാണ് ചൊവ്വ, അല്ലേ? കുജൻ എന്ന് പറയുമ്പോൾ കുവിൽ നിന്നും ജനിച്ചവൻ എന്നാണ് അതിന് അർത്ഥം. കു എന്ന് പറയുമ്പോൾ ഭൂമി, ഭൂമിപുത്രനായിരിക്കുന്ന ചൊവ്വയും ഈ ബുധശുക്രന്മാരെ നോക്കുകയാണ്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഈ ഒരു യോഗം, ബുധശുക്ര സംയോഗം എന്ന് പറയുന്ന സമയത്ത് സമാഗമേ പതതി ജലം ശുക്രയോർ എന്ന് പറഞ്ഞു. ബുധനും ശുക്രനും ഒരുമിച്ച്, അല്ലെങ്കിൽ ബുധനും വ്യാഴവും ഒരുമിച്ച്, വ്യാഴവും ശുക്രനും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് വലുതായിട്ടുള്ള വർഷം ഉണ്ടാകുന്ന സമാഗമേ പതതി ജലം ശുക്രയോർ ജീവയോർ ഗുരുസിതയോശ്ച സംഗമേ യമാരയോ പവനഹുദാശനം ഭയം. യമൻ, ശനി, ആരൻ, ചൊവ്വ. ചൊവ്വയും ശനിയും കൂടിയിട്ട് നിൽക്കണ കാലഘട്ടം അഗ്നിമാരുത യോഗം എന്നൊക്കെ പറയാറുണ്ട്, ഇല്ലേ? എല്ലാവരും ഭയക്കണ അഗ്നിമാരുത യോഗം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് പവനഹുദാശനം ഭയം, വലുതായിട്ടുള്ള വാതകോപം, അതായത് കൊടുങ്കാറ്റ് വീശുക, കൊടുങ്കാറ്റ് കൊണ്ടുള്ളതായ ഉപദ്രവം. ന ദൃഷ്ടിയോ രസംഹിതോശ്ച സദ്ഗ്രഹി, അവിടേക്ക് ശുഭദൃഷ്ടിയോ യോഗങ്ങളൊന്നും ഉണ്ടാവാനും പാടില്ല എന്നാ. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ശനിയും ചൊവ്വയും കൂടിയിട്ടുള്ള യോഗമൊന്നുമില്ല. ആ ഒരു കാലഘട്ടത്തിൽ നിന്നൊക്കെ നമ്മൾ അതിജീവിച്ച് പോകുന്നു, വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. എന്നിരുന്നാൽ പോലും ഇവിടെ ഈ ബുധശുക്രയോഗത്തിൽ ശനിയുടെ ദൃഷ്ടി, അതും വക്രത്തിൽ നിൽക്കുന്ന ശനിയാണ്. വക്രാചാരയുതോ മന്ദ
കരോതി വിഫലക്രിയാം ഉദ്യോഗഭംഗം ദുഃഖം ച സോദരാണാം ച നാശനം. അല്ലേ, നമ്മുടെ സഹോദര ജനങ്ങൾ എത്ര നശിച്ചുപോയി. അതാണ് വക്രാചാരയുതോ മന്ദ കരോതി വിഫലക്രിയാം. ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വിഫലമായിട്ട് ഭവിക്കുക, സഫലതയല്ല. അപ്പോൾ നമുക്ക് വെല്ലുവിളികളേറെയുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അല്ലേ, ആരെയും നടുങ്ങിപ്പോകും. അപ്പോൾ പാറക്കല്ലുകളെ ചിന്തിക്കുക, വലിയ പാറകളെ ചിന്തിക്കുക, വലുതായിട്ടുള്ള ഭയത്തെ സൃഷ്ടിക്കുക, അതൊക്കെ ശനിയുടെ പണിയാണ്. അപ്പോൾ വക്രത്തിൽ നിൽക്കുന്ന മന്ദൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ നമുക്ക് എഴുതി വെച്ച് പഠിക്കാവുന്ന, ഇങ്ങനെ ശനി വക്രത്തിൽ നിൽക്കുന്ന സമയത്താണ് ഈ വലിയ അപകടം ഉണ്ടായിട്ടുള്ളത്. ചൊവ്വയുടെ കേന്ദ്രത്തിൽ നിൽക്കുന്ന സമയത്താണ് ഈ വലിയ അപകടം ഉണ്ടായിട്ടുള്ളത്. ചൊവ്വയും വ്യാഴവും കൂടി നിൽക്കുന്ന സമയത്താണ് ഈ വലിയ അപകടം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിതാക്കൾ എന്ന നിലയിൽ ഈ ഉണ്ടായ ഈ ദിവസം ഇതൊക്കെ നമ്മൾ എഴുതി വെക്കണം. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ 2018 പ്രളയത്തിൻ്റെ സമയത്ത് ഇതേപോലെ ബുധശുക്രയോഗം കുറച്ച് അപകടകരമാകുന്ന രീതിയിൽ കർക്കിടകം രാശിയിൽ വന്നിട്ടുണ്ട്. ആ സമയത്താണ് ആ പ്രളയമൊക്കെ നമ്മൾ മുൻപിൽ കണ്ടത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതൊക്കെ രേഖപ്പെടുത്തി വെക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞതൊന്നും ചിലപ്പോൾ ഗവൺമെൻറ്റൊന്നും അംഗീകരിക്കില്ല. അതിനുള്ള സ്വാധീന ശക്തിയൊന്നും ഇപ്പോൾ ഇവിടെ ജ്യോത്സ്യന്മാർ പറഞ്ഞതൊന്നും കേൾക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെ സ്വാധീനം ചെലുത്താവുന്ന സാഹചര്യമൊന്നും ഇപ്പോൾ നമുക്കില്ല. ഭരണകൂടം പറയണത് നമ്മൾ കേൾക്കുക, അതുതന്നെയാണ് വേണ്ടത്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ പാലിച്ച് ജീവിക്കണം. അത് രാജാജ്ഞ നമ്മൾ സ്വീകരിക്കേണ്ടത് എല്ലാ ഭക്തന്മാരുടെയും അല്ലെങ്കിൽ എല്ലാ പ്രജകളുടെയും ഒരു ഉത്തരവാദിത്വമാണ്. അതിന് മറികടന്ന് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് തന്നെ പാലിക്കണം. അപ്പോൾ ആരും ഇങ്ങനെയുള്ള ഗ്രഹയോഗങ്ങളുടെ സമയത്ത് വലുതായിട്ടുള്ള വൃഷ്ടി ഉണ്ടാവും. വൃഷ്ടിച്ചാൽ മഴ, കൊടുങ്കാറ്റ്, അതേപോലെ പാറക്കല്ലുകൾ പതിച്ചുണ്ടായ ദുരന്തം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഹൃദയഭേദകം തന്നെയാണ് ആ അവസ്ഥ. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം. ഇതൊക്കെ ജ്യോതിഷ വിദ്യാർത്ഥികളോടുള്ളൊരു മുന്നറിയിപ്പായിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഇതൊക്കെ ബൃഹത് സംഹിത എന്ന ഗ്രന്ഥത്തിൽ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതൊക്കെ കാലാവസ്ഥാ വകുപ്പിനെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെയൊക്കെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്താവുന്ന രീതിയിലുള്ള സാഹചര്യം ഏതെങ്കിലും കാലത്ത് ഒത്തുവരുമ്പോൾ നമുക്ക് പറയാം. അതിനുള്ള സാഹചര്യം അവർ തന്നാലേ നമുക്കിതൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റൂ. കാലാവസ്ഥയ്ക്കൊക്കെ വളരെ പ്രാധാന്യം കൊടുത്തിട്ട് ബൃഹത് സംഹിതയൊക്കെ എല്ലാ ഗ്രഹചാരങ്ങളും കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അതിൻ്റെ പ്രധാനികളായിട്ടുള്ള ആളുകളോടൊക്കെ പറഞ്ഞ് ജനക്ഷേമകരമാകുന്ന രീതിയിൽ ഈ ശാസ്ത്രത്തെ ഉപയോഗിക്കാൻ കഴിയണം. അതേപോലെ തന്നെയാണ് ഈ ഒരു സൂര്യനെ ആശ്രയിച്ചിട്ടുള്ള ഗ്രഹങ്ങളുടെ ഫലം. ഇപ്പോൾ നമുക്ക് കർക്കിടകവാവ് വരാൻ പോവുകയാണ് അല്ലേ. സൂര്യൻ്റെ തൊട്ട് പിറകിലായിട്ട് ചന്ദ്രൻ നിൽക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് മുൻപിലായിട്ട് ആര് നിൽക്കുന്നുണ്ട്? ബുധശുക്രന്മാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മറ്റൊരു നിയമം എന്താ പറഞ്ഞു വെച്ചാൽ അഗ്രത പൃഷ്ഠതോ വാപി ഗ്രഹസൂര്യാവലംബിഹി യഥാ തഥാ പ്രകുർവന്തി മഹീമേഘ അർണവാമിവ. ആ പദം ഒന്ന് നമ്മൾ പ്രത്യേകമായിട്ട് അണ്ടർലൈൻ ചെയ്യണം. സൂര്യനെ ആശ്രയിച്ച് സഞ്ചരിക്കുന്ന ശേഷമുള്ള ഗ്രഹങ്ങൾ സൂര്യൻ്റെ തൊട്ടടുത്ത് മുൻപിലോ പിൻപിലോ ആയിട്ട് നിൽക്കുന്നുവെങ്കിൽ വർഷജലം കൊണ്ട് ഭൂമിയെ സമുദ്രത്തിന് തുല്യമാക്കി തീർക്കും എന്നാണ്. അപ്പോൾ അത്ര അധികം മഴ പെയ്ത് സമുദ്രവും ഭൂമിയൊക്കെ ഒരുപോലെ ആകും എന്നാണ്. അപ്പോൾ അതാണ് ആശങ്കപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചത്. എന്തായാലും ദൈവാധീനം കൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കാതിരുന്നോട്ടെ. അപ്പോൾ ഇനി ചന്ദ്രൻ ജലരാശിയിലേക്ക് വരികയാണ്, സൂര്യനോട് സമീപം വരികയാണ്, അമാവാസി വരികയാണ്. അപ്പോൾ ഈ അമാവാസിയുടെ സമയത്തൊക്കെ ശുക്രൻ്റെ ഉദയമോ അസ്തമയമോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്നാണ് പറയണേ? വലുതായിട്ടുള്ള പ്രളയഭീതിയൊക്കെ നേരിടേണ്ടി വരും. അത് മനുഷ്യരാശിക്ക് നാശത്തെ ഉണ്ടാക്കും എന്നൊക്കെയാണ്. അപ്പോൾ ഇതാരും ഭയക്കാനോ അല്ലെങ്കിൽ ഭീതിയോടുകൂടി ഇരിക്കാനോ അല്ല പറയണത്. ഇതൊക്കെ നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ ഉണ്ട് എന്നുള്ളത് പ്രേക്ഷകരെ അറിയിച്ചതാണ്. അത് ആ ഒരു സെൻസിലെ അതിനെ സ്വീകരിക്കാവൂ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അത് അതിൻ്റേതായ ജനങ്ങളിൽ അതിൻ്റെ സ്വാധീനം മനസ്സിലാക്കാൻ സാധിച്ചുവെങ്കിൽ ഈ ശാസ്ത്രം വളരെയധികം അഭിവൃദ്ധിയെ പ്രാപിക്കും. കൃത്യവും സ്പഷ്ടവുമായിട്ടുള്ള കാലാവസ്ഥാ പ്രവചനം ജ്യോതിഷത്തിലൂടെ സാധ്യമാണെന്ന് വരുത്തി തീർക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ബൃഹത് സംഹിത, പ്രശ്നമാർഗം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ
കാലാവസ്ഥാ സൂചകങ്ങൾ ഗ്രഹഗോളാദികളെ വെച്ച് വളരെ കൃത്യമായിട്ടും സ്പഷ്ടമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു സ്വീകാര്യത കിട്ടണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുള്ള കൂടിയുള്ള ആനുകൂല സ്ഥിതി ഈ ജ്യോത്സ്യന്മാർക്ക് ഉണ്ടാവണം. ജ്യോതിഷികൾക്ക് തന്നെ ആയിരിക്കണം. അത് സാധാരണ ഇങ്ങനെ എന്തെങ്കിലും പറയുന്ന ആൾക്കാരുടെ കാര്യമല്ല പറഞ്ഞത്. അത് ആധികാരികമായി അഭ്യസിച്ചിട്ടുള്ള ജ്യോതിഷികളുടെ സേവനവും ഗവൺമെൻറ്റിനെ പ്രയോജനപ്പെടുത്താം. അതിലുള്ള ആർഷത്വം സിദ്ധിച്ച ഗ്രന്ഥങ്ങൾ നമുക്കുണ്ടല്ലോ. അപ്പോൾ അതൊന്നും അന്യം നിന്ന് പോകരുത്. അവരും ഇവരും പറയണതല്ല ജ്യോതിഷം. അതിന് ഗ്രന്ഥവചനങ്ങൾ കൃത്യമായിട്ടുണ്ട്. ആ ഗ്രന്ഥം പഠിച്ച ഉത്തമ ദൈവജ്ഞന്മാരെ അതിന് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഭരണകൂടത്തിന് സ്വീകരിക്കാവുന്നതാണ്. ഒരു റിക്വസ്റ്റ് കൂടിയിട്ടാണെന്ന് വെച്ചോളൂ. എന്തായാലും നമുക്ക് ഈ ശാസ്ത്രശാഖകളൊന്നും നശിച്ചു പോകരുത്. അതൊക്കെ എന്നും നിലനിൽക്കണം. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ അത്യാധുനിക രീതിയിലുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. വളരെ പ്രയോജനം തന്നെയാണ്. അതും എത്രയോ കാലത്തെ നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടാണ് അവരതൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അതോടുകൂടി തന്നെ നമുക്ക് ഈ കാലാവസ്ഥാ പ്രവചനത്തിന് ഇത്തരം മാർഗങ്ങളും കൂടി ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ ആധുനിക സംവിധാനങ്ങളും ഉപയോഗിക്കാം. അപ്പോൾ കൃത്യമായിട്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും അപകടം വരാത്ത രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് അങ്ങനെ ഒരു ആശങ്കപ്പെടേണ്ട കാര്യം ഉണ്ടോ എന്നുള്ളത് ഈ ഒരു ഗ്രഹനില കണ്ടപ്പോൾ പറഞ്ഞു പോയി എന്ന് മാത്രം. ഒരു ജ്യോത്സ്യൻ ഇതേപോലെ കാലാവസ്ഥാ പ്രവചനമൊക്കെ നടത്തിയിട്ട് ആപ്പിലായ കഥ കുറച്ച് കാലം മുൻപ് നമ്മളെല്ലാവരും കണ്ടതാണ്. അദ്ദേഹത്തെ ട്രോളിക്കൊല്ലുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ പറയുന്നതിലെ പിഴവുകൾ തന്നെയാണ്. സമ്മതിക്കാതിരിക്കാൻ വയ്യ. പിഴവുകൾ മനുഷ്യർക്കല്ലേ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇത്രയും ആധുനിക സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും ഇത്രയും ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ പിഴവുകളൊക്കെ സംഭവിക്കും. എങ്കിലും ആധികാരികമായിട്ടുള്ളത് നമുക്ക് വിശ്വസിക്കാം, ജനോപകാരപ്രദമാക്കാം. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു പുതിയ വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭദിനം.